ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് ഒനിയൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു വിഭവമാണ്. ബട്ടർ ചിക്കനാണ്. ഇപ്പോൾ ഹോം മെയ്ഡ് ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സവാളയാണ് ഇതിനു വേണ്ടി അരിഞ്ഞു വെച്ചേക്കുന്നത്. ഒത്തിരി ചെറുതായിട്ടൊന്നും അരിയേണ്ട, ഇത് പിന്നീട് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു മീഡിയം സൈസിൽ അരിഞ്ഞേക്കുന്ന സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി വഴണ്ടി വരാനായിട്ട് നിൽക്കണ്ട. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത്രയും നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതും ഒത്തിരി ചെറുതായിട്ട് അരിയൊന്നും വേണ്ട, അതേ സൈസിൽ തന്നെ അതിലേക്ക് ഇടാവുന്നതാണ്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ എടുത്തേക്കുന്നത് 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. മീഡിയം സൈസുള്ള തക്കാളി 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. തക്കാളി കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത്. ഇനി അടുത്തായിട്ട് 1/2 ടീസ്പൂൺ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ചേർത്തിട്ട് പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് ചേർത്തത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട. ഒരു 10 മിനിറ്റോളം ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം മിക്സിയുടെ ജാറിൽ മാറ്റി അരച്ചെടുക്കാനായിട്ട്. ഇനി അതിലേക്ക് കശുവണ്ടി കൂടെ ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ മാറ്റി വയ്ക്കാം. ഫ്രൈ പാനിലേക്ക് ചിക്കൻ നമ്മൾ സാധാരണ വറക്കാനിടുന്ന പോലെ ഇട്ടിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടറിലാണ് ചിക്കൻ വറുത്തേക്കുന്നത്. അത് മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. ഇനി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒത്തിരി തിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ജസ്റ്റ് തിള വന്നാൽ മതി. ഒത്തിരി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ചെറിയത് അതിലേക്ക് ഒഴിക്കുകയാണ്. തേങ്ങാപ്പാലിന് പകരം സാധാരണ കടകളിലൊക്കെ ഒഴിക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ക്രീമിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. സെയിം ടേസ്റ്റ് തന്നെയാണ് ഫ്രഷ് ക്രീം ഒഴിക്കുന്നത്. നമ്മുടെ ഗ്രേവി ഒത്തിരി തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.